നമസ്കാരം. സ്റ്റോപ്പ് മേക്കിംഗ് യുവർ സെൽഫ് ടയേർഡ്. ജീവിതത്തിൽ നിങ്ങൾ ക്ഷീണിതനാണോ? അല്ലെങ്കിൽ ഇടയ്ക്ക് തോന്നാറുണ്ടോ ഞാൻ ക്ഷീണിച്ചു പോയി എന്ന്? ശരിക്കും ജീവിതമാണോ നിങ്ങളെ ക്ഷീണിപ്പിക്കുന്നത്, അതോ ആളുകളോ? രണ്ടുമല്ല, നിങ്ങൾ തന്നെയാണ് നിങ്ങളെ ക്ഷീണിപ്പിക്കുന്നത്. പലപ്പോഴും ക്ഷീണം അല്ലെ മടുപ്പുണ്ടാക്കുന്നത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് നിങ്ങളുടെ ജീവിതം എങ്ങനെ പോകണമെന്ന്. ഞാൻ എന്തൊക്കെ ചെയ്യണം? എന്നെ അവിടെ ആവശ്യമുണ്ടോ? ആവശ്യമില്ലാത്ത ഒരു സ്ഥലത്ത് ഞാൻ നിൽക്കണമോ? എല്ലാ കാര്യങ്ങളിലും ഞാൻ ഇടപെടണമോ? എനിക്ക് സമാധാനം കിട്ടണമെങ്കിൽ ഞാൻ വിചാരിച്ചാലേ പറ്റൂ. ആ സത്യം മനസ്സിലാക്കിയേ കഴിയൂ. കാരണം എല്ലാവരുടെയും എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്ത് എല്ലാം എൻ്റെ കൺട്രോളിൽ കൂടെ പോകണം, എല്ലാം ഞാൻ പറയുന്നതിലോട്ട് പോകണം, ഇങ്ങനെയൊക്കെ പറഞ്ഞ ജീവിതം മുന്നോട്ട് പോകുമോ? ഒരിക്കലും പോവില്ല. അതുമാത്രമല്ല, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം എല്ലാവരും അംഗീകരിക്കണം. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ 100% പെർഫെക്റ്റ് ആയിരിക്കണം. നടക്കുമോ? ഒരിക്കലും നടക്കില്ല. എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ ഇതാക്കുന്നത്? നിങ്ങളെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. നിങ്ങൾ എന്താണ്? നിങ്ങൾക്ക് എന്തൊക്കെ പറ്റും? ഞാൻ ശരിക്കും ചെയ്യേണ്ട രീതിയിലാണോ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്, അതോ ഞാൻ എൻ്റെ ഇമേജിന് വേണ്ടി അല്ലെ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയാണോ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അപ്രിസിയേഷൻ നേടാൻ വേണ്ടിയാണോ? ശരിക്കും നിങ്ങൾ ആരെയാണ് പേടിക്കുന്നത്? നിങ്ങൾ മനസ്സിലാക്കാത്ത ഒരു സത്യമുണ്ട്. നിങ്ങൾക്ക് നിങ്ങളെ വിശ്വാസമില്ല. നിങ്ങൾ എന്ന് നിങ്ങളെ വിശ്വസിക്കുന്നു അന്ന് തൊട്ടേ നിങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകും. അല്ലാതെ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ജീവിതം പോയി, അല്ലെ എനിക്ക് ക്ഷീണമാണ്, എനിക്കിനി ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇതൊക്കെ ശരിക്കും നമ്മുടെ ചിന്തകളാണ്. അനാവശ്യമായ ചിന്തകളെ മാറ്റിവെക്കുക. ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുക. ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിൽ നിന്ന് മാറി നിൽക്കുക. അനാവശ്യ ഒരു കാര്യങ്ങളിലും ഇടപെടാതിരിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വേണ്ടത് മാത്രം തിരഞ്ഞെടുക്കുക. എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, അല്ലെ എല്ലാ കാര്യങ്ങളിലും എൻ്റെ കയ്യൊപ്പ് വേണം, എല്ലായിടത്തും ഞാൻ വേണം എന്ന ചിന്തകളൊക്കെ മാറ്റുക. നിങ്ങളില്ലെങ്കിൽ ഈ ലോകം മുന്നോട്ട് പോകും. അതുകൊണ്ട് നിങ്ങളുടെ കാര്യങ്ങൾ സമാധാനത്തോടെയും സന്തോഷത്തോടെയും ചെയ്താൽ, ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളെ ശരിയായി മനസ്സിലാക്കിയാൽ നിങ്ങളുടെ ക്ഷീണം മാറും. അപ്പോൾ അങ്ങനെ ക്ഷീണം മാറട്ടെ. നിങ്ങൾ നിങ്ങളെ ശരിയായി മനസ്സിലാക്കി അനാവശ്യ കാര്യങ്ങളിൽ നിന്നൊക്കെ മാറി ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ ഡോക്ടർ ഡഗ്ലസ്. താങ്ക് യു.